മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ടാ ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വാടിക്കിട്ടട്ടെ. ഒന്നോ അങ്ങനെ അടിച്ചിട്ട് ഞങ്ങളെ വീഡിയോന്റെ ഒറ്റ ഇത് കേട്ടുണ്ടാക്കി. ഇതിലേക്ക് ഞാനിതട്ടോ എല്ലാവരും മാറി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം വേണം കേട്ടോ, ഒഴിക്കണം. 1 കിലോനും കുറച്ച് അരിയാണ്, 2 പാട്ടിയും കുറച്ചുമുണ്ട്. അതിന് നമുക്ക് 2 പാട്ടി 4 പാട്ട വെള്ളം ഒഴിക്കണേ. ഇതൊക്കെ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കറപ്പട്ടി, ഏലക്കായി, പൂവൊക്കെ ഇടും കേട്ടോ. 1 പാട്ട കുറച്ച് അരിയാണ്. പിന്നെ അതൊക്കെ 2 പാട്ട, 1 പാട്ടക്ക് 2 പാട്ട വെള്ളം ഒഴിച്ച് ഇതിലൊരു അരപ്പാട്ടിയും കൂടെ എടുത്തിനി അരി. അതിനിതാ 1 പാട്ടിയും കൂടെ വെള്ളം ഒഴിച്ചിട്ടാ. ഇത് കിടന്നൊന്ന് ഇട്ടെ. അപ്പോൾ നമുക്ക് ഏലക്കായും പട്ടയും ഇതിലേക്ക് 3-4 ഏലക്കായ് കുത്തിയിട്ടിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു 5-6 കറാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതി കേട്ടോ. നമുക്കിത് മൂടി വെക്കാം. അപ്പം ഇതിന് അരി കൈ കൊണ്ടുപോയിട്ട് നമുക്ക് കൈ കൊണ്ടുവന്ന് ഒരു വാരിയിട്ട് കൊടുക്കട്ടെ. അങ്ങനെ വേവട്ടെ മക്കളെ. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖവും സമാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു എല്ലാവരും ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലമാക്കി തരട്ടെ. വീടില്ലാത്തവർക്ക് വീടും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളും എല്ലാം അള്ളാഹു കൊടുക്കട്ടെ. എല്ലാവരും സങ്കടവും ബേജാറും കഷ്ടപ്പാടും കടങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ മക്കളെ. ഇത് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് ഉപ്പുണ്ട് കേട്ടോ. ഇതൊന്ന് ഇതിൽ കിടന്ന് വെന്തോട്ടെ, കിടന്ന് വേകട്ടെ കേട്ടോ. നെയ്ച്ചോറ് നല്ലോണം തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങിക്കണ്. കുറച്ചും കൂടെ വറ്റാനുള്ളൂ. നമുക്ക് മറ്റേ അടുപ്പത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് ഈ അടുപ്പത്ത് എന്താ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചാൽ നമ്മളെ ക്യാമറയിലേക്ക് കാണൂല. അപ്പോൾ ഈ അടുപ്പത്ത് നമ്മൾ കറി വെക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അത് അടുപ്പത്തുനിന്ന് വേട്ടെ. ബിസ്മില്ല. ഇനി നമുക്കിതിൽ കറി വെക്കാനാണ്. ചൂടാവട്ടെ ചട്ടി. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളേ, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാറി ഉള്ളി കിടന്ന് വാടി കിട്ടട്ടെ കേട്ടോ. ഒന്ന് വാടി കിട്ടട്ടെ, വാടട്ടെ. എന്നിട്ട് ആ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുത്തിയതാണ് അത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയാണിത്. ഇതൊന്ന് നമുക്ക് മെല്ലൊന്ന് ചെറുങ്ങനെ ഒന്ന് ഇതായിട്ട് ഈ പച്ചമണം ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4-5 തക്കാളി ഇതാ ശരിയാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഉണ്ട്, പച്ചമുളകും തക്കാളിയാണ് അത്. കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വാടി കിട്ടും. നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 സ്പൂണും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര വേണം ഇതിൽ. പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം.
ഇത് നീര് കിടങ്ങാണ്ട് ഒന്നുള്ളി ഒന്ന് വെന്തിട്ടിട്ട് അതിൻ്റെ ശേഷം നമുക്ക് മുടിക്കണേ. അതിന് ശേഷം നമുക്ക് നോക്കാം. നെയ്ച്ചോറൊന്ന് നോക്കട്ടെ വെന്തിക്കുന്നോന്ന്. നെയ്ച്ചോറ് വെന്തിക്കണില്ല, കൂടെ ആവി കയറാനുള്ളേ. അപ്പോഴത്തേന് നമ്മൾ കറി അവിടെ കിടന്ന് ശരിയാവും. അടുപ്പത്തേക്ക് വെച്ചാലേ കാണൂല, അടുപ്പത്ത് ഇളക്കണോ നോക്കണോന്നും. ഈ കറിയിലേക്ക് നമുക്കില്ലേ ഒരു ഉണക്കനാരങ്ങ ഇടണം കേട്ടോ. അപ്പോൾ കൂട്ടാൻ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക, അറബിക്കറി പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ കിടന്ന് വേവട്ടെ. അടിപൊളി ഉപ്പൊക്കെ. ഇത് ഉണക്കനാരങ്ങാണ് കേട്ടോ, ഗൾഫിൽ നിന്ന് മക്കൾ കൊണ്ടുവരാണ്, ഇവിടെയും വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് നേരമായി തിളയ്ക്കുന്ന ഇതിലേക്ക് നമ്മൾ ഏത് ഇങ്ങനെ കീറിങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ നടുക്ക് കീറിയ കണ്ട ഇതിൻ്റെ കളറ് അങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറുവപ്പട്ട, കറാമ്പൂവ്, മഞ്ഞൾ, മുളകും പൊടിയാണ് ഇട്ടത്, വേറെ ഒന്നുമില്ല. പിന്നെ കാശ്മീർ മുളക് ഞാൻ വേറെ തന്നെ, വേറെല്ല മറ്റേതിൽ പൊടിച്ച് കൂട്ടും. ഇത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും, കാരണം നമുക്കൊരു ലേശം കളറ് വേണമല്ലോ. മറ്റേ മുളകും പൊടിയും കാശ്മീർ കൂടെ ഞാൻ കൂട്ടി പൊടിക്കണത്. പക്ഷെ എന്നാലും ഒരു ലേശം ഇട്ടിട്ടാൽ ഇതിൽ കൂടെ കളറ് കൂടും. ഇതിനാണ് കേട്ടോ. ഇത് മുളക് ഇടാനാട്ടോ, ഇറച്ചി മുളക് ഇടാനാണ്. മസാലപ്പൊടി ഒന്നും ഇടണില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കുറച്ച് തിളക്കണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കറി ഇത് റെഡി. എന്നിട്ടോ ഇറച്ചി തെയ്യൊക്കെ ഇതാക്കി വെച്ചാണിത്. നെയ്ച്ചോറ് വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ നല്ല വെള്ളം പോലെ, അങ്ങനെയാണ് വെക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ അതും വെക്കുക, വരട്ടി വെക്കാനല്ല. വരട്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ വരട്ടും. ഇതിപ്പോൾ നമ്മൾ വരട്ടാനല്ല, അതിൽ വെള്ളം ഒഴിക്കും. നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ഇവിടെ കിടന്ന് ഒന്ന് താവട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊക്കെ എടുത്തേക്കട്ടെ. ഇതട്ടാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണം. പിന്നെ റഹ്മാൻ റഹീം പാട്ടയും കൂടെ ഒഴിക്കണേ. തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നല്ലോണം തിളച്ചിനി വേവട്ടെ. ഇതാണ് നമ്മളെ വെള്ളം കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കുക, ഇല്ലാത്തൊരു കുറ്റം എഴുതുക ബോക്സിൽ. കേട്ടോ കറിയൊക്കെ ആയിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം. പൊളിയാണ്ട് എല്ലാവരും. ഇതാ ഇതിലേക്ക് നമ്മൾ ലേശം മല്ലിച്ചപ്പാട്ട, അത് കഴുകിയിട്ടെടുത്താണ്. കുറച്ച് ഇതിലേക്ക് അരിഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി നെയ്ച്ചോറും കറിയും റെഡി ആയിക്കണ് കേട്ടോ. അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? എനിക്ക് കാലാട്ടോ ഇഷ്ടം. അങ്ങനെ അടിപൊളിയല്ലേ? ഓക്കെ മക്കളെ, തീ ഓഫാക്കാണ്. ബിസ്മില്ലാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.